സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവർ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ഈ ചിത്രങ്ങൾ കണ്ടുവല്ലോ. ഒരു കാലത്ത് വളരെ പ്രചാരം ലഭിച്ച ചില ചിത്രങ്ങളാണ്. ലിബിയയിൽ ഈജിപ്ഷ്യൻസായ കോപ്റ്റിക് ക്രിസ്ത്യൻസിനെ 30 പേരെ കൂട്ടക്കൊല ചെയ്ത ഒരു വാർത്ത 2015 നടന്നൊരു സംഭവമാണ്. അന്നത്തെ IS ആളുകൾ ഈ കൂട്ടക്കൊല നടത്തുകയും ആ വീഡിയോ പുറത്തുവിടുകയും ചെയ്തു. എന്തിനാണ് ഇപ്പോഴിത് പറയാൻ കാരണം? കഴിഞ്ഞ ദിവസം ഈ എമ്പുരാൻ എന്നുള്ള ഫിലിം വന്ന ശേഷം ഇറാഖിൽ കാരഘോഷ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഉള്ള ഒരു പള്ളിയിൽ വെച്ചാണ് അതിൻ്റെ ഒരു സീൻ ഷൂട്ട് ചെയ്തതെന്നും ആ പള്ളി ബോംബ് വെച്ച് തകർത്ത് പള്ളിയുടെ ക്രോസ് താഴെ വീഴുന്നു, തലകുത്തി വീഴുന്നു, ആ ക്രോസിൻ്റെ കൈകൾ ഒടിഞ്ഞു പോകുന്നു, അതൊരു എൽ ഷേപ്പ് മാത്രമായി ശേഷിക്കുന്നു, അതിനകത്തൊക്കെ സിംബോളിക് മീനിങ് ഉണ്ട് എന്ന തരത്തിൽ കുറേ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുവാനിടയായി തീർന്നു. അത് ക്രൈസ്തവ വിശ്വാസമുള്ളവർക്കൊക്കെ ഹൃദയത്തിൽ വേദന ഉണ്ടാക്കുവാനിടയായി തീർന്നു. അതുകൊണ്ട് ഈ കാരഘോഷ് എന്ന് പറയുന്ന ആ സ്ഥലത്തെക്കുറിച്ചും ആ കാലഘട്ടത്തിൽ നടന്ന ക്രൈസ്തവ പീഡനങ്ങളെക്കുറിച്ചുമൊക്കെ ചെറിയ ഒരു വിവരണം നൽകാം എന്നാഗ്രഹിച്ചു. കാരഘോഷിനെക്കുറിച്ചും കുർദിസ്ഥാൻ, ഇറാഖിൻ്റെ ഏരിയകൾ, ഇവിടെയുള്ള ചില പ്രത്യേക കമ്മ്യൂണിറ്റികളെക്കുറിച്ച് ആരും പറയാത്ത ചില ഡീറ്റെയിൽസ് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് പാഠഭേദത്തിൽ നമ്മൾ ഈ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്നത്. 2014-15 വർഷങ്ങളിലൊക്കെ ഒത്തിരി വലിയ മതപീഡ ഈ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലുണ്ടായി. അതായത് ഇറാഖ്, സിറിയ, ലിബിയ, ഈ സ്ഥലങ്ങളിലൊക്കെ IS ആക്രമണ ഫലമായിട്ട് ഒരു വലിയ ക്രിസ്ത്യൻ പെർസിക്യൂഷൻ അവിടെ നടക്കുവാനിടയായി തീർന്നു. ഈ കാരഘോഷ് എന്ന് പറയുന്ന സ്ഥലം കുർദിസ്ഥാന് അടുത്താണ്. എർബിൽ എയർപോർട്ടിൽ നിന്നൊക്കെ 10-30 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. നമുക്കറിയാം കുർദിസ്ഥാനിലൊക്കെ പോകാനുള്ള ഒരു എയർപോർട്ടാണ് എർബിൽ എയർപോർട്ട്. ഇറാഖിലെ തന്നെ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് എന്ന് വേണമെങ്കിൽ ഈ കുർദിസ്ഥാനെ പറയാം. അവിടെ പ്രത്യേകിച്ചും എർബിലൊക്കെ നല്ല ക്രിസ്ത്യൻ പോപ്പുലേഷനുള്ള സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ വളരെ ക്രിസ്ത്യൻ പോപ്പുലേഷനുള്ള ഒരു സ്ഥലമായിരുന്നു ഈ കാരഘോഷ് എന്ന് പറയുന്നത്. പക്ഷേ 2014 IS ആക്രമണം കൊണ്ട് അവിടുത്തെ ക്രിസ്ത്യാനികളെല്ലാം ഓടിപ്പോവുകയും ആ പട്ടണങ്ങൾ തകരുകയും അവിടുത്തെ പള്ളികൾ ഒക്കെ തകർക്കപ്പെടുകയും ഒക്കെ ചെയ്യുവാനിടയായി തീർന്നു. എന്നാൽ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു സംഗതിയുണ്ട്. ഈ ഇറാഖിലും കുർദിസ്ഥാനിലുമൊക്കെ IS ആക്രമണത്തിൽ മരിച്ചു വീണത്, പലായനം ചെയ്തത് ക്രിസ്ത്യൻസ് മാത്രമല്ല, യസീദികൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ യസീദികൾ എന്താണ്, അവരുടെ വിശ്വാസം എന്താണ് എന്നൊക്കെ പഠിക്കുന്നത് വളരെ രസകരമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ യസീദികളുടെ വിശ്വാസത്തെക്കുറിച്ചും അല്പം കാര്യങ്ങൾ ഇന്ന് നമ്മളൊന്നിച്ചൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. അത് ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദങ്ങളുമായിട്ടൊക്കെ എനിക്ക് തോന്നുന്നു വലിയൊരു ബന്ധമുണ്ടെന്ന്. കാരഘോഷ് എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനൊരു ഷൂട്ടിങ് നടക്കുമ്പോൾ അത് കാരഘോഷ് എന്ന് പറയുന്ന സ്ഥലവും അതിൻ്റെ ചുറ്റുപാടുമുള്ള ഈ പറഞ്ഞ ഇറാഖിൻ്റെ പ്രദേശങ്ങളും യസീദികളും ക്രിസ്ത്യൻസും അവരുടെ പൂർവ്വചരിത്രമൊക്കെ നമ്മൾ പഠിക്കുന്നത് ഒത്തിരി പുതിയ അറിവുകൾ നൽകുമെന്നുള്ള ഒരു ചിന്തയുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ പങ്കുവെക്കുന്നത്. യസീദികൾ ശരിക്കും ഒരു അബ്രഹാമിക് റിലീജിയൻ അല്ല. ക്രിസ്ത്യാനിറ്റിയോ ജൂതമതമോ അല്ലെങ്കിൽ ഇസ്ലാമിക് മതമോ പോലെയുള്ള ഒരു അബ്രഹാമിക് റിലീജിയൻ അല്ല ഈ യസീദികൾ എന്ന് പറയുന്നത്. അവരുടെ വളരെ വ്യത്യസ്തമാകുന്ന ഒരു മതവിഭാഗമാണ് യസീദി മതവിഭാഗം. ഇവർ ഏകദൈവ വിശ്വാസികളാണെന്ന് അവർ ക്ലെയിം ചെയ്യുന്നു. പക്ഷേ അവർക്കുള്ള ഒരു പ്രശ്നം, അവരതോടൊപ്പം തന്നെ ഈ ഏകദൈവം സൃഷ്ടിച്ച 7 ഹെവൻലി ബീങ്സ് അല്ലെങ്കിൽ ഡിവൈനായിട്ടുള്ള സ്വർഗീയമാകുന്ന 7 ദൈവസൃഷ്ടികളെ അവർ ആരാധിക്കുന്നു. അല്ലെങ്കിൽ അതാണ് ഈ ഭൂമിയെ, ആ 7 ദൈവസൃഷ്ടികളാണ് ഈ ഭൂമിയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ഈ യസീദികൾ വിശ്വസിക്കുന്നു. യസീദികൾ അങ്ങനെ വിശ്വസിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഏഞ്ചലിക് ബീങ് ആണ്, അല്ലെങ്കിൽ ഒരു സ്വർഗദൂതനാണ്. ഈ സ്വർഗദൂതൻ്റെ പേര് അവരുടെ റിലീജിയനിൽ തൗസി മേലേക്ക് എന്നാണ്. മേലേക്ക്, MELEK, മേലേക്ക് എന്ന് പറയുമ്പോൾ അതിന് മലക്ക് എന്ന ഒരു ഭാഷാന്തരവുമുണ്ട്. മലക്ക് എന്ന് പറയുമ്പോൾ ഏഞ്ചൽ എന്നാണ് അതിന് അർത്ഥം. മേലേക്ക് അതായത് ഒരു ഏഞ്ചലിക് ബീങ് ആണ്, ഒരു ദൂതനെയാണ് അവർ ആരാധിക്കുന്നത്. അപ്പോൾ ഇവർ ഈ ദൂതനെ ആരാധിക്കുന്നത് കൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലുള്ള ക്രിസ്ത്യൻസും മുസ്ലിംസുമൊക്കെ ഇവരാരാധിക്കുന്നത് ഫോളൻ ഏഞ്ചൽ അല്ലെങ്കിൽ വീണുപോയ ദൂതനാകുന്ന ഈ പറഞ്ഞ സാത്താനെയാണെന്നാണ്
ഈ ക്രിസ്ത്യൻസും മുസ്ലിംസും ഒക്കെ ഇവർക്കെതിരെ ആരോപിക്കുന്നത്. ഈ പറഞ്ഞ യസീദി റിലീജിയൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവർ പറയുന്നു, ഞങ്ങൾ വീണുപോയ ഏഞ്ചലിനെയൊന്നും അല്ല ആരാധിക്കുന്നത്, ഞങ്ങൾ സ്വർഗസൃഷ്ടിയാകുന്ന ദൈവസൃഷ്ടിയാകുന്ന ഒരു ദൂതനെയാണ് ഈ പറഞ്ഞ ആരാധിക്കുന്ന താവൂസ് മേലേക്ക് എന്ന് പറയുന്നത്. പക്ഷേ ബാക്കിയുള്ള ആളുകൾ, ഇവരെ എതിർക്കുന്ന ആളുകൾ വളരെ കണിശമായിട്ട് പറയുന്നു ഇതൊരു ഫോളൻ ഏഞ്ചലാണ്. അതായത് ക്രിസ്ത്യൻ അബ്രഹാമിക് റിലീജിയൻ്റെ അകത്ത് സാത്താൻ അല്ലെങ്കിൽ ലൂസിഫറിൻ്റെ കൺസെപ്റ്റ് എന്തുകൊണ്ടോ ആ ഫോളൻ ഏഞ്ചലിനെയാണ് ഈ യസീദികൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ യസീദികൾക്ക് ഡെവിൾ വർഷിപ്പേഴ്സ് എന്ന ഒരു ചീത്തപ്പേരുണ്ട്. അതായത് പിശാചിനെ ആരാധിക്കുന്നവർ എന്ന് ഒരു ചീത്തപ്പേരുണ്ട്. ഇവരുടെ റിലീജിയസ് ബുക്ക്, ഇവർക്ക് സത്യത്തിൽ ഒരു റിലീജിയസ് ബുക്കൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. ഇവരുടെ ഓറൽ ട്രഡീഷനിലൂടെ കവിതകൾ പോലെ അല്ലെങ്കിൽ പാട്ടുകൾ പോലെയാണ് ഇവരുടെ സ്ക്രിപ്റ്റേഴ്സൊക്കെ ഇവർ പഠിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഓറൽ ട്രഡീഷനെല്ലാം കൂടെ കൂട്ടിയിണക്കിക്കൊണ്ട് ചില ആളുകൾ ഇവരുടെ റിലീജിയസ് ബുക്സ് ഉണ്ടാക്കി. വളരെ രസകരമാണ് ഇവരുടെ റിലീജിയസ് ബുക്സിൻ്റെ പേര്. ബുക്ക് ഓഫ് റെവലേഷൻ ആൻഡ് ബ്ലാക്ക് ബുക്ക് എന്നാണ് ഇവരുടെ ഈ ഒരു റിലീജിയസ് ബുക്കിൻ്റെ പേര് തന്നെ. വെളിപ്പാട് പുസ്തകവും അതുപോലെ തന്നെ കറുത്ത പുസ്തകവും, എന്തൊക്കെയോ ഒരു ഒരു സൂചനകൾ ഈ വാക്കുകളിലൊക്കെ ഇല്ലേ. ഇവർ ആരാധിക്കുന്ന ഈ പറഞ്ഞ മേലേക്കെന്ന് പറയുന്ന ഫോളൻ ഏഞ്ചൽ ഒരു പീക്കോക്കിൻ്റെ രൂപത്തിലാണ് അവരതിനെ വർഷിപ്പ് ചെയ്യുന്നത്. പീക്കോക്ക് ആയിട്ട് വന്ന ഒരു ഏഞ്ചൽ എന്ന രീതിയിലാണ് അവർ വർഷിപ്പ് ചെയ്യുന്നത്. ഒരു മയിലിൻ്റെ രൂപമായിട്ടാണ് ഇവരിതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ ഖുർദിസ്ഥാനിൻ്റെയും പ്രാന്തപ്രദേശങ്ങളിലും ഇറാഖിലുമൊക്കെ ഉള്ള ഒരു മൈനോറിറ്റി റിലീജിയസ് ഗ്രൂപ്പാണ് യസീദികൾ. യസീദികളെ ഡെവിൾ വർഷിപ്പേഴ്സ് അല്ലെങ്കിൽ സാത്താൻ ആരാധകരെന്നാണ് അറിയപ്പെടുന്നത്. ഈ കാരാഘോഷിൽ നിന്ന് ക്രിസ്ത്യാനികൾ ഓടിപ്പോയപ്പോൾ യസീദികൾക്കും ആ സമയത്ത് ഓടിപ്പോവാൻ ഇടയായി തീർന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. ആ യസീദികളും ക്രിസ്ത്യൻസും ഒക്കെ ഇപ്പോൾ ആ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു വരുവാനുള്ള ശ്രമങ്ങളിലാണ്. എന്നാൽ ആ പട്ടണങ്ങളുടെ പുനർനിർമ്മാണമൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിച്ചാൽ അന്നുണ്ടായ ക്രിസ്ത്യൻ പ്രോസിക്യൂഷൻ, യസീദികൾ ഒളിച്ചോടിയത്, യസീദികളൊക്കെ മടങ്ങി വരുവാൻ ശ്രമിക്കുന്നത്, യസീദികളെ ഡെവിൾ വർഷിപ്പേഴ്സ് എന്ന് വിളിക്കുന്നത്, ഫോളൻ ഏഞ്ചൽ അല്ലെങ്കിൽ വീണുപോയ ദൂതനെയാണ് അവർ ആരാധിക്കുന്നത് എന്ന് അവരുടെ മേൽ ആരോപിക്കപ്പെടുന്ന ദുഷ്പേര് ഞാൻ പറഞ്ഞല്ലോ. അവർ പറയുന്നു അത് ഞങ്ങൾ ഒരു ഏഞ്ചലിക് ബീങ്ങിനെ ആരാധിക്കുന്നു, അത് നിങ്ങൾ പറയുന്നത് പോലെ നെഗറ്റീവ് അല്ല എന്ന് അവർ പറയുന്നെങ്കിലും ബാഹ്യലോകം അതിനെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഫോളൻ ഏഞ്ചലിനെ ആരാധിക്കുന്നവരെന്ന രീതിയിലാണ് യസീദികളെ കാണുന്നത്. അതുകൊണ്ടാണ് യസീദികൾ പണ്ട് മുതൽ തന്നെ ഈ പറഞ്ഞ എല്ലാ ഗ്രൂപ്പുകളാലും ആക്രമിക്കപ്പെട്ടത്. ഇനി മറ്റൊരു രഹസ്യം, ഈ പറഞ്ഞ ഇറാഖിലും ഖുർദിസ്ഥാനിലുമുള്ള നല്ലൊരു പങ്ക് ക്രിസ്ത്യൻസും പണ്ട് മുതലേ ക്രിസ്ത്യൻസ് ആയിരുന്നവരില്ല. യസീദികളോ അതുപോലെയുള്ള ആളുകളോ ക്രിസ്തുമതത്തിലേക്ക് മതം മാറി വന്നവരാണ്. അപ്പോൾ ഇന്ന് ഉള്ള ക്രിസ്ത്യൻസിൽ ഒരു കൂട്ടം ആളുകൾ, എല്ലാവരും ഒന്നും ഞാൻ പറയത്തില്ല, പുരാതന ഈസ്റ്റേൺ ചർച്ചിൻ്റെ ആളുകളൊക്കെ അവിടെ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ യസീദികളിൽ നിന്ന് വന്നവരാണ്. യസീദികളും ക്രിസ്ത്യൻസും തമ്മിൽ ആശയപരമായ വലിയ വൈരുദ്ധ്യവും വലിയ ക്ലാഷുമുണ്ട്. ഇതൊക്കെ ചേർത്ത് പഠിച്ചിട്ട് വേണം കാരാഘോഷിൽ ഒരു ക്രൂശ് വീഴുന്നതും അവിടെ ഒരു ഏഞ്ചൽ, ഫോളൻ ഏഞ്ചൽ എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഏഞ്ചൽ ഉയർത്തെഴുന്നേറ്റ് വരുന്നതുമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ ചിത്രീകരിച്ചത്. ഇത് യാദൃച്ഛികമാണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഇതൊക്കെ ഞാൻ ചേർത്ത് വായിക്കുമ്പോൾ എന്തൊക്കെയോ അപാകതകൾ ഇതിനകത്ത് എനിക്ക് കാണുവാൻ കഴിയുന്നു. നമ്മുടെ പ്രേക്ഷകർ എന്നോട് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ പാഠഭേദത്തിൽ സൈത്താനിക് സൈൻ ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. 2017 മറ്റോ ഞാൻ ഒരു പാഠഭേദം എഴുതിയിരുന്നു ഈ വിഷയത്തെക്കുറിച്ച്. അത് ഫേസ്ബുക്കിലൊക്കെ അവൈലബിളാണ്. അധികം വൈകാതെ ഇപ്രകാരം ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്തൊക്കെയാണ് പോപ്പുലർ കൾച്ചറിൽ നമ്മൾ അറിയാതെ ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ടുള്ള ഈ സൈത്താനിക് സിംബൽസ്, നമ്മളറിയാതെ പലരും അത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. മറ്റൊരു സന്ദർഭത്തിൽ ഒരു വീഡിയോ ചെയ്യാം. പ്രേക്ഷകരുടെ ഒരു പ്രത്യേക അപേക്ഷയാണ്, ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനാപൂർവം ഈ വീഡിയോകൾ കാണുക. മാത്രമല്ല ഞങ്ങളെപ്പോലെ ഈ ശുശ്രൂഷയിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. കാരണം ഈ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, മനുഷ്യനോടല്ല. പൗലോസ് ലീഹ പറഞ്ഞതുപോലെ വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയുമായിട്ടാണ്.
ഇത് ഒരു വലിയ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? റോമാലേഖനം 16-ാം അധ്യായം പറയുന്നു, സമാധാനത്തിൻ്റെ ദൈവമോ സാത്താനെ വേഗത്തിൽ നമ്മുടെ കാൽ കീഴിൽ തകർത്ത് കളയും. കാൽവരി ക്രൂശിൽ യേശു കർത്താവ് സാത്താനെ തകർത്തു. അതിനുശേഷം പിന്നെയും റോമിലുള്ള സഭയോട് പൗലോസ് പറയുക, വേഗത്തിൽ നമ്മുടെ കാൽ കീഴിൽ തകർത്ത് കളയും. ഒരു ചെറിയ വിശദീകരണം ആവശ്യമാണ്. പിശാചിൻ്റെ തലയെ, സാത്താൻ്റെ തലയെ കാൽവരി ക്രൂശിൽ തകർത്തു എന്ന വചനം പഠിപ്പിക്കുമ്പോൾ എന്താണ് അതിൻ്റെ മീനിങ്? ആ വാക്യത്തിൽ നിന്ന് ചിലർ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. ആ ഒരു സംഭവം കൊണ്ട് സാത്താൻ പവർലെസ് ആയി എന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. ഇനി പിശാചിനൊരു ശക്തിയുമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. തെറ്റിദ്ധരിക്കരുത്. യഥാർത്ഥത്തിൽ എന്താണ് ആ വാക്യത്തിൻ്റെ മീനിങ് എന്നുള്ളത് പലപ്പോഴും നമ്മുടെ ദേവദാസന്മാർ പഠിപ്പിക്കാത്തത് കൊണ്ട് ആളുകൾക്കത് അറിയില്ല. സാത്താൻ്റെ തലയെ തകർത്തു എന്ന് പറഞ്ഞാൽ, തല എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷൻ്റെ തല ക്രിസ്തു, ക്രിസ്തുവിൻ്റെ തല പിതാവായ ദൈവം എന്നൊക്കെ പറയുമ്പോൾ തല എന്ന് പറഞ്ഞാൽ അതോറിറ്റി അല്ലെങ്കിൽ ഒരു പ്ലാനിങ് സിസ്റ്റം, ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ കാൽവരി ക്രൂശിൽ സാത്താൻ്റെ പദ്ധതികളെ, സാത്താൻ്റെ പ്ലാനുകളെ, സാത്താന്യമായ അധികാരത്തെ യേശു തകർത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം സാത്താന്യ ശക്തികൾ പിന്നെ ഇനിയും ശക്തിയില്ലാത്തതായി നിർവീര്യമായി പോയി എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് സാത്താൻ അതിനു മുമ്പ് എന്തൊക്കെ മനുഷ്യവർഗത്തെക്കുറിച്ച് പ്ലാൻ ചെയ്തിരുന്നുവോ അതിനെ മുഴുവൻ തകർത്തു. സാത്താൻ്റെ ഏറ്റവും വലിയ പവർ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിച്ചതാണ്. പക്ഷേ പാപത്തിന് പരിഹാരം യേശു കർത്താവ് ക്രൂശിൽ ചെയ്തെടുത്തപ്പോൾ പാപത്തിൻ്റെ ആ ഒരു പവറ്, പാപത്തിൻ്റെ വിഷമുള്ള പാതാളത്തിൻ്റെ ശക്തി, അതിനെ യേശു കർത്താവ് തകർക്കുവാൻ ഇടയായി തീർന്നു. കാൽവരി ക്രൂശിലെ രക്തത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു വലിയ വിടുതൽ ആ വിഷയത്തിൽ നൽകുവാനിടയായി തീർന്നു. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ റോമാലേഖനത്തിൽ പിന്നെയും ആവർത്തിക്കുന്നു, സമാധാനത്തിൻ്റെ ദൈവം വേഗത്തിൽ സാത്താനെ നമ്മുടെ കാൽ കീഴിൽ തകർത്ത് കളയും. ഇനിയും സാത്താൻ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണ് പ്രവർത്തിക്കുന്നത്? പിശാച്, ഞാൻ എപ്പോഴും പറയും, നാണം കെട്ടവനാണ്. അവൻ തോൽവി സമ്മതിക്കുന്നവനല്ല. അവൻ തോറ്റിട്ടും കാൽവരി ക്രൂശിൽ അവൻ പരാജയപ്പെട്ടിട്ടും അവൻ്റെ തല തകർക്കപ്പെട്ടിട്ടും അവൻ്റെ പ്ലാനുകളും പദ്ധതികളും അവൻ്റെ അതോറിറ്റിയും അവൻ്റെ ശക്തിയും എല്ലാം യേശു കർത്താവ് കാൽവരി ക്രൂശിൽ പരാജയപ്പെടുത്തിയിട്ടും അവൻ തോൽവി സമ്മതിക്കാതെ യേശു സ്ഥാപിച്ച സഭയ്ക്കെതിരെ ഇന്നും യുദ്ധം ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ആ യുദ്ധം ഇങ്ങനെ തുടരുകയാണ്. പിശാചിൻ്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? പിശാചിൻ്റെ ആഗ്രഹം അവൻ ജയിച്ച് അവൻ ഈ ലോകത്തിൽ അവൻ്റെ രാജ്യം സ്ഥാപിക്കണമെന്ന പിശാചിൻ്റെ ആഗ്രഹം. അതാണ് ഇങ്ങനെയുള്ള പല രംഗങ്ങളിലൂടെ, പല മാധ്യമങ്ങളിലൂടെ, പല സിനിമകളിലൂടെ ആ മെസ്സേജാണ് ലീക്ക് ഔട്ട് ആകുന്നത്. കാരണം പിശാച് ഇനിയും അവസാനം ഇതെല്ലാം കീഴടക്കി ഭരിക്കും എന്ന് അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ് ഇങ്ങനെയുള്ള ഓരോ ഈ മാധ്യമങ്ങളിലൂടെയും സാത്താനെ പ്രീതിപ്പെടുത്തുന്നവർ പറയുന്ന വാക്കുകളിലൂടെയും വെളിപ്പെട്ടു വരുന്നത്. ഈ കാര്യത്തിൽ ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, സഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട ശേഷം ആൻറ്റി ക്രൈസ്റ്റിനെ മുൻപിൽ നിർത്തിക്കൊണ്ട് ഈ ഭൂമിയിൽ സാത്താന്യമാകുന്ന ഒരു ഭരണം എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. അതായത് സാത്താൻ്റെ ആഗ്രഹം അതാ, ഈ ഭൂമിയെ കീഴടക്കി ഭരിക്കണം. ഇപ്പോൾ അവനത് പറ്റുന്നില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? കാരണം സഭ ഭൂമിയിൽ ഉള്ളത് കൊണ്ട് പറ്റുന്നില്ല. സഭ തടുക്കുന്നത് കൊണ്ട്, പരിശുദ്ധാത്മാവ് ഭൂമിയിൽ ഉള്ളത് കൊണ്ട് പിശാചിന്, സാത്താന് അവൻ ആഗ്രഹിക്കുന്നത് പോലെ അവൻ ജയിക്കുവാൻ, അവൻ്റെ രാജ്യം സ്ഥാപിക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ ഒരു സമയത്ത് സഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ സാത്താന്യ അധികാരം ഒന്ന് ശ്രമിച്ചു നോക്കും, ഈ ഭൂമിയിൽ അവൻ്റെ രാജ്യം സ്ഥാപിക്കുവാൻ ഒന്ന് ശ്രമിച്ചു നോക്കും. ഞാൻ പറഞ്ഞല്ലോ, വളരെ വ്യക്തമായ ഒരു കൺവിക്ഷൻ ഈ കാര്യത്തിലുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ഞാൻ സംസാരിക്കുന്നത്. പലപ്പോഴും ഈ പൈശാചിക ശക്തികളെ പുറത്താക്കുന്ന ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഈ ഭൂതബാധയുള്ള വ്യക്തികളെ, സാത്താൻ്റെ ഏജൻസ് അല്ലേ ഈ ഭൂതങ്ങളെന്ന് പറയുന്നത്, അതിനെ പുറത്താക്കുന്ന ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ അതിങ്ങനെ വെല്ലുവിളിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ സമയമാണ്, പക്ഷേ ഞങ്ങളുടെ രാജ്യം വരും എന്ന് വെല്ലുവിളിക്കുന്നത്. ഏത് രാജ്യത്തെക്കുറിച്ചാണ് ഈ സാത്താന്യ ശക്തി വെല്ലുവിളിച്ച് പറഞ്ഞതെന്നറിയാമോ? അവൻ്റെ ഒരു പ്രതീക്ഷ, ഈ സാത്താൻ ഇതിനെയെല്ലാം പറഞ്ഞു പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ ഒരിക്കലും ഈ ഭൂമിയെ ഭരിക്കുമെന്ന്. ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഭരണത്തെക്കുറിച്ചുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ സാത്താന്യ ശക്തികൾ എല്ലാം നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് കാണിക്കുന്ന ഈ ഫിലിമുകളോ അല്ലെങ്കിൽ ചിത്രങ്ങളോ ഇതിനകത്തൊക്കെയുള്ള സാത്താന്യമാകുന്ന ബിംബങ്ങളിൽ ക്രൂശ് പരാജയപ്പെടുന്നതും സാത്താൻ ഉയർത്തെഴുന്നേൽക്കുന്നതും ഒക്കെ കാണിക്കുന്നത് അവൻ്റെ ആ ഒരു പ്രതീക്ഷയാണ്. പക്ഷേ റോമാലേഖനം 16 പറയുന്നു, സമാധാനത്തിൻ്റെ ദൈവം സാത്താനെ വേഗത്തിൽ നമ്മുടെ കാൽ കീഴിൽ തകർത്ത് കളയും. അല്പകാലത്തേക്ക്
അല്പകാലത്തേക്കെന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്. സാത്താൻ ഈ ഭൂമിയിൽ ഒന്ന് പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും അല്പകാലത്തേക്ക്. ആ അല്പകാലത്തിന് ശേഷം സാത്താനെ എന്നേക്കുമായി തകർക്കുന്ന, എന്നേക്കുമായി അടയ്ക്കുന്ന ഒരു സമയവും വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്ന അനുഭവം വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ വേദപുസ്തകത്തിൽ നേരത്തെ എഴുതിയ കാര്യങ്ങളാണ്. സാത്താൻ്റെ ആഗ്രഹങ്ങൾ അങ്ങനെയൊക്കെയാണെങ്കിലും സഭയ്ക്ക് ഒരധികാരമുണ്ട്, സാത്താനെ കാൽക്കീഴിൽ തകർക്കാനുള്ള അധികാരം. അതുകൊണ്ട് ഈ വാർത്തകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നാം പ്രതികരിക്കേണ്ടത് പ്രാർത്ഥനയിലൂടെയാണ്. നിങ്ങൾ കൂട്ടമായി പ്രാർത്ഥിച്ചാൽ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിലുമൊക്കെ വേരുറപ്പിക്കുവാൻ ശ്രമിക്കുന്ന സാത്താന്യ മണ്ഡലത്തെ തടുക്കുവാൻ കഴിയുമെന്ന് തെസ്സലോനിക്ക ലേഖനം നമ്മെ പഠിപ്പിക്കുന്നു. തടുക്കുവാനുള്ള ശക്തി മണവാട്ടി സഭയ്ക്കുണ്ട്. തടുക്കുവാനുള്ള ശക്തി മണവാട്ടി സഭയെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിനുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ നമുക്ക് എതിരായി ഉയർന്നു സാത്താന്യ മണ്ഡലങ്ങളെ ചവിട്ടുവാൻ ദൈവം തന്ന അധികാരം ഉപയോഗിക്കാൻ കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ.